ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന് വീട്ടിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസം ആണ് ഈ ഒരു ഡൈൻ മൈ ലൈഫ് ഞാൻ ഷൂട്ട് ചെയ്യണത്. വീട്ടിലേക്ക് ഉണ്ണികളായിട്ട് വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്ന് ഓർഡറായിട്ട് വരാനൊക്കെ ഇത്തിരി ടൈമൊക്കെ എടുത്തു. ന്യൂ ബോൺ ബേബീസുള്ള വീടുകളിലെ അവസ്ഥ പ്രത്യേകിച്ച് പിന്നെ പറയണ്ടല്ലോ. നമുക്ക് ഉറക്കം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. ആക്ച്വലി 2 മണിക്കൂർ കൂടുമ്പോഴാണ് ഫീഡ് ചെയ്യേണ്ട വരിക. പക്ഷേ എനിക്ക് 1 അവർ കൂടുമ്പോഴാണ് എൻ്റെ ഒരു ഫീഡിങ് പാറ്റേൺ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കാരണം പ്രീ ടേം ബേബീസ് ആണല്ലോ. പിന്നെ അങ്ങനെ ലാക്ടോജൻ അങ്ങനത്തെ ഒന്നും ഫോർമുല ഒന്നും കൊടുക്കണില്ല. ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുണികൾക്ക്. സോ മോർണിംഗ് എന്ന് പറയാനൊരു സംഭവം എനിക്കില്ല. കാരണം ഞാൻ നൈറ്റ് ഫുൾ ഇങ്ങനെ ഉറങ്ങാണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ 1 മണിക്കൂർ കൂടുമ്പോൾ എനിക്കുള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുമ്പോഴേക്കും അടുത്ത ആൾ എനിക്കും. അപ്പോൾ അവരെ ഫീഡ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാവിലെ എണീറ്റു, പല്ലൊക്കെ തേച്ച് ഞാൻ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഹാളിൽ ഇതേ മൂത്ത ഉണ്ണിയുണ്ട്. അപ്പോൾ അവൻ്റെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു റൂമിൽ അവരെ ഫീഡൊക്കെ ചെയ്ത് അവരെ സെറ്റാക്കിയിട്ട് റൂമിലാക്കിയിട്ടുണ്ട്. അവർ 2 അവറൊക്കെ അവരവിടെ മോർണിംഗ് കാമായിട്ടിരുന്നോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും റൂമിലേക്ക് എത്തി. കാരണം നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണല്ലോ. നമ്മുടെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് വീട്ടിലെ റൂം തന്നെ ആയിരിക്കണം. റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ. അപ്പോൾ വീണ്ടും റൂമിലേക്ക് എത്തിയപ്പോൾ ഉണ്ണികൾക്ക് വീണ്ടും ഫീഡ് ചെയ്തിട്ട് ഒരു ബർപ്പൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കിടത്തി, ജസ്റ്റ് ഒന്ന് കളിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. നൈറ്റ് ഇപ്പം മിക്ക ദിവസവും ഞാനും പിന്നെ ഇപ്പോഴത്തെ ഉണ്ണികൾ മാത്രം ഒറ്റയ്ക്കാണ് കിടക്കാറ്. അമ്മയും പിന്നെ എൻ്റെ ഫസ്റ്റ് ബേബിയും കൂടിയിട്ട് വേറെ റൂമിലാണ് കിടക്കുന്നത്. നമ്മൾ ആദ്യം ഒരുമിച്ച് കിടന്നു. പിന്നെ അന്ന് നൈറ്റിനെ കുറച്ച് വയലൻ്റായി മൂത്ത ഉണ്ണി. അപ്പോൾ അതോടെ പിന്നെ സെപ്പറേറ്റാണ് കിടക്കുന്നത്. ഫസ്റ്റ് ബേബി വരുന്ന സമയത്ത് എനിക്ക് അവനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ പിന്നെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇപ്പോൾ അവർ 2 പേരും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഹാൻഡിൽ ചെയ്യണതും എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മരുന്നൊക്കെ കഴിക്കാനുണ്ട്. മരുന്നൊക്കെ കഴിച്ചു. പിന്നെ നമ്മളങ്ങനെ കഷായം അതുപോലെ തന്നെ വേദകുളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതായത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആ ഒരു സ്റ്റേജസിലോട്ട് എത്തിയിട്ടില്ല. കാരണം സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. 40 കഴിഞ്ഞിട്ടാണ് എന്നോട് വേദകുളി സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു 40 ഡേയ്സിന് മരുന്നും കാര്യങ്ങളുണ്ട്, ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കഷായം അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, നന്നായിട്ടൊന്നും റെസ്റ്റ് എടുക്കാൻ പറ്റിയ ടൈമാണ്. മറ്റേതൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഏത് സമയവും ഈ വീഴ്ചലും അതുപോലെ തന്നെ കഷായവും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബിസി ആയിരിക്കും. ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ പാക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുക, റൂമിൽ വന്നിരുന്ന് മരുന്ന് കഴിക്കുക, കിടക്കുക. അത് തന്നെയാണ് മെയിൻ ഇപ്പോഴത്തെ പനി എന്ന് പറയുന്നത്. മൂത്ത ഉണ്ണിക്ക് അറിയില്ലല്ലോ എന്താ സംഭവം എന്നുള്ളത്. അമ്മേരുടെ അടുത്ത് 2 കുട്ടികളെ കണ്ടു. പക്ഷെ എന്താ അത് അവനൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അവൻ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് ഓടി വരും. പിന്നെ അതുപോലെ തന്നെ ഉണ്ണികളെ ബെഡിൽ നിന്ന് എടുത്ത് ഡ്രാഗ് ചെയ്യലൊക്കെ ഉണ്ടായി. അപ്പോൾ പിന്നെ റൂം ഫുൾ ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കലൊക്കെ. ഇപ്പോൾ ഒന്നല്ലെങ്കിൽ അമ്മ പുറത്തുനിന്ന് ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അകത്തുനിന്ന് ലോക്ക് ചെയ്യും. കാരണം ഇവരായിട്ടൊന്ന് സെറ്റായിട്ട് വരാനുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് കസാരയിലൊന്നും ഇരിക്കാമെന്ന് കരുതിയപ്പോഴേക്കും ഒരാൾ എണീറ്റു. അപ്പോൾ ആളെ ഫീഡ് ചെയ്ത് കിടത്തി. അപ്പോഴേക്കും അടുത്ത ആളൊന്ന് ഉറങ്ങി വരുമ്പോഴേക്കും അടുത്ത ആൾ അവിടെ കിടന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് 1 വീക്കും 1 ദിവസവും കഴിഞ്ഞു. ഞാൻ എന്താ പറയുക, ഓക്കെയാണ്. അതായത് ഇന്നലെ വരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അതായത് നടക്കാനും ഇരിക്കാനും ചെരിഞ്ഞ് കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരു 1 വീക്ക് കഴിഞ്ഞ് കൃത്യം 1 വീക്ക് ആയപ്പോഴേക്കും കുറേ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു. ഇപ്പോൾ എനിക്ക് ചെരിഞ്ഞ് കിടക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സമാധാനമാണ്. കാരണം 1 വീക്ക് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഉണ്ണികൾക്ക് പാൽ കൊടുക്കണമെങ്കിൽ ഇരുന്ന് പാൽ കൊടുക്കണം, ചെരിഞ്ഞ് കിടന്ന് ഫീഡ് ചെയ്യാൻ പറ്റണില്ല, അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ കൃത്യം 1 വീക്ക് കഴിഞ്ഞപ്പോൾ സിസേറിയൻ്റെ ആ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയ പോലെ ഉണ്ട്. പിന്നെ ഇപ്പോൾ വീട്ടിൽ ഞാൻ തന്നെ ഉള്ളൂ. ഉണ്ണികളൊക്കെ കൂട്ടിയിട്ട് അവർ ഹോസ്പിറ്റലിൽ പോയെടുക്കുകയാണ്. ഉണ്ണികൾക്ക് ഇന്ന് ടെസ്റ്റ് ഉണ്ട്, ബിൽറുബിൻ്റെയും പിന്നെ ചെവിടിൻ്റെയും ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് അവിടേക്ക് പോയി എടുക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ റെസ്റ്റ് എടുത്തോ, കാരണം ഒറ്റയ്ക്കല്ലോ വീട്ടിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും റെസ്റ്റ് എടുക്കൽ തന്നെയല്ലേ. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ആക്ച്വലി ഞാൻ ഈ ഒരു പ്രഗ്നൻസി ജേണി കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു, നന്നായി ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്. കാരണം 3 വർഷം അടുപ്പിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരാൾക്ക് സംബന്ധിച്ച് അതൊന്ന് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ജീവപര്യന്തത്തിൽ നിന്ന് മോചനം കിട്ടില്ല. എനിക്ക് ആ ഒരു ഫീലിംഗാണ് തോന്നുന്നത്. കുറേ അതായത് ഇങ്ങനെ ഫിസിക്കലി ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കുക മാത്രമല്ല, എനിക്ക് മെൻ്റലിയും ഞാൻ ആകെ ഫുൾ പ്രഷർ, ഭയങ്കര ഒരു സ്റ്റേജിൽ കൂടി അന്ന് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെ സംസാരിക്കാനൊക്കെ എനിക്ക് അപ്പോഴും സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സംസാരിക്കുമ്പോഴേക്കും എനിക്ക് മടുപ്പ് തോന്നുക ഭയങ്കരമായിട്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറേയും കൂടി എനിക്ക് ഞാനായ പോലെ തന്നെ തിരിച്ച് എൻ്റെ ലെവലിലേക്ക് എത്തിയ പോലെ തോന്നുന്നുണ്ട്.
അപ്പോൾ ഞാൻ കരുതി അവരുള്ളപ്പോൾ അമ്മയൊന്നും തീരെ സമ്മതിക്കില്ല ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാനൊന്നും, ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാനൊന്നും തീരെ സമ്മതിക്കില്ല. അപ്പോൾ അമ്മയില്ലാത്ത സമയം നോക്കിയിട്ട് ഞാൻ കരുതി ഞാൻ ഓൾറെഡി ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓൺ വോയിസ് അല്ല സംസാരിക്കണത്, ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല അതൊക്കെ സംസാരിക്കണത്. എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ ഒട്ടും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ അമ്മ പോയ സമയത്ത് നോക്കിയിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് സുഖമായിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. വീഡിയോസ് ഉണ്ട്, കുറച്ച് വീഡിയോസ് ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഹോസ്പിറ്റലിലത്തെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ സമയത്ത്. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല 1 വീക്ക് കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ബാക്കി നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യാം. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല. 3 ഉണ്ണികളുണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ അമ്മയ്ക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഇത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം കിടക്കും. കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്, ആ വീഡിയോസ് എഡിറ്റ് ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് നേരം കിടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാൽ പിന്നെ വീണ്ടും കിടക്കും. അതന്നെ പരിപാടി, ഫുഡ് കഴിക്കുക കിടക്കുക. റിക്കവറി പീരീഡ് ആണല്ലോ, സോ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറഞ്ഞത്, ഞാൻ കുറച്ച് വീഡിയോസ് ഇടലും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോ ആയിട്ടുണ്ട്, ലാഗ് ആയിട്ടുണ്ട്. ഞാൻ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ 2 വീക്സ് കൂടുമ്പോൾ അപ്ലോഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇന്ന് തൊട്ട് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എന്നോട് തന്നെ ഒരു ചാലഞ്ച് പോലെ എടുത്തിട്ടുണ്ട്, ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാന്നുള്ളതൊക്കെ. നോക്കാം നമുക്ക് എത്രമാത്രം ആ ചാലഞ്ച് ഞാൻ റെഡിയായി നിൽക്കും എന്നുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് ആയിക്കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 3 ഉണ്ണികളായതുകൊണ്ട് തന്നെ അമ്മ ഒരാളുള്ളൂ മാനേജ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീടിനടുത്തുള്ള ആൻറ്റിയും പിന്നെ വലിയച്ഛൻ്റെ വീടിൻ്റെ അവിടെ നിന്നൊക്കെ കറികളൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് ഉച്ചയ്ക്ക് കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ നന്നായി കഴിച്ചു. പിന്നെ ഞാൻ കുളി കഴിഞ്ഞിട്ട് ഇപ്പോൾ നന്നായിട്ട് എണ്ണ തേച്ചിട്ടുള്ള കുളിയാണല്ലോ, എനിക്ക് തീരെ ഇഷ്ടമല്ല തലയിൽ ഇങ്ങനെ കുറേ ഓയിൽ നിൽക്കണത്. അപ്പോൾ ഞാൻ തീരെ മുടി അങ്ങനെ കെട്ട് ഞാൻ അഴിച്ചിട്ടില്ല. കുറേ കഴിഞ്ഞ് നന്നായി ഒന്ന് ഉണങ്ങി ഓയിലില്ലാന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ മുടി അഴിച്ച് വിടുള്ളൂ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അമ്മ മാങ്ങയൊക്കെ കൊണ്ടു തന്നിരുന്നു, അതൊക്കെ കഴിച്ച് കുറേ നേരം റെസ്റ്റ് എടുത്തു. കുറേ നേരം ഇങ്ങനെ മലർന്ന് കിടക്കണമെന്ന് നിർബന്ധമാണ് അമ്മയ്ക്ക്. അമ്മ 3 മാസം എന്നെ ഇണങ്ങാൻ വിടില്ല എന്നാണ് പറയുന്നത്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളും എൻ്റെ കസിൻ ഒക്കെ വന്നിരുന്നു. അപ്പോൾ അവരായിട്ട് കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവർ ഉണ്ണികൾക്ക് ഉടുപ്പൊക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആദ്യമായിട്ട് ഉണ്ണികൾക്ക് ഉടുപ്പൊക്കെ കാണുമ്പോൾ. പിന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ബേബിയെങ്കിലും ഗേൾ ആവണം എന്നുള്ളത്. അങ്ങനെ എൻ്റെ ആഗ്രഹം പോലൊക്കെ നടന്നു. പിന്നെ നൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ പതിവ് പോലെ തന്നെ മരുന്നൊക്കെ കഴിച്ചു. പിന്നെ നൈറ്റ് പിന്നെ കിടക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. നൈറ്റ് ഒന്ന് കിടക്കണ വരെ ഭയങ്കര ഒരു ഗുസ്തി മറിച്ചിലാണ്. നൈറ്റിൻ്റെ ആ ഒരു ടൈം നമുക്ക് മരുന്ന് കഴിക്കണം, മുന്നിലേക്ക് മരുന്ന് കൊടുക്കണം, അവരെ ഫീഡ് ചെയ്യണം, നന്നായിട്ട് ബർപ്പ് ചെയ്യണം, പിന്നെ ഡ്രസ്സുകളൊക്കെ അവരുടെ ചേഞ്ച് ചെയ്യണം, ഡൈപ്പർ ചേഞ്ച് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് മുകളിലും ഒരു ഉണ്ണിയുണ്ട്, അപ്പോൾ അവൻ്റെ കാര്യങ്ങളും ക്ലിയർ ചെയ്യണം. അവൻ്റെ കാര്യങ്ങൾ ഫുള്ള് അമ്മയാണ് നോക്കണത്. പിന്നെ ഉറങ്ങണ ആ ഒരു ടൈം അവനെ ഉറക്കിയിട്ട് എൻ്റെ റൂമിൽ വെച്ച് തന്നെ ഉറക്കിയിട്ട് എൻ്റെ അടുത്ത് കിടത്തുന്ന പോലെയൊക്കെ കാണിക്കും. അല്ലാണ്ട് അവൻ തീരെ സമ്മതിക്കില്ല മാറിക്കെടുക്കാൻ. പിന്നെ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റൂമിലെല്ലാവരും സെറ്റായി എണ്ണയൊക്കെ സെറ്റാക്കിയൊക്കെ എടുത്ത ശേഷം അമ്മ ഉണ്ണയായിട്ട് മാറി വേറെ റൂമിൽ പോയി കിടക്കും. അങ്ങനെയാണ് ഇപ്പോൾ കറൻ്റിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ന്യൂ ബോൺ ആയിട്ടുള്ള ഈ ബേബീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു വാശിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു 28 കഴിഞ്ഞാലേ നമുക്ക് ഇവരുടെ തനി സ്വഭാവം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അവർ ഭയങ്കര കാമായിട്ട് പാല് കുടിക്കുക, ഉറങ്ങുക, പിന്നെ അവരുടെ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് എണീക്കുക, അങ്ങനെയാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ അവരുടെ ഒരു വാശിയും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ടൈമുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് നമുക്കും നല്ലൊരു റെസ്റ്റിംഗ് പീരീഡും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ എൻ്റെ മിക്ക ദിവസവും ഇങ്ങനെ തന്നെയാണ് ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.